ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ആകർഷണത്തിലെ ഒരു പവർഫുള്ളായ ടെക്നിക്കിൻ്റെ പേരാണ് ടെലിപ്പതിക് മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് എങ്ങനെ ടെലിപ്പതിയിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി തന്നെ ടെലിപ്പതി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ടെലിഫോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ പേര് കൊടുത്തത്. അപ്പോൾ തന്നെ അറിയാം ഈ ടെലിപ്പതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഫോണിനൊരു ബന്ധമുണ്ട് എന്നുള്ളത്. ഇനി ഞാനിത് പറയാൻ പോകുന്നതിന് മുൻപായി പുതിയ ബാച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. 10 ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, വെൽത്ത്, കരിയർ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോഴ്സിലൂടെ പറയുന്നത്. ടെലിപ്പതിക് മെസ്സേജ് പാസ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി തന്നെ നമ്മളെ മനസ്സ് ശാന്തമായി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അതിനായി നിങ്ങൾ 5 or 10 തവണ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തെ നമ്മൾ ആജ്ഞാചക്രം എന്നാണ് യോഗയിൽ പറയുന്നത്. ആജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തേർഡ് ഐയിൽ കൂടെയാണ് എന്നുള്ള കാര്യമാണ് യോഗാശാസ്ത്രത്തിലും എല്ലാം തന്നെ പറയുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അവിടെ ഒരു പ്രകാശം ഉള്ളതായി സങ്കല്പിക്കുക. ഒന്നെങ്കിൽ അധികവും വൈറ്റ് കളർ പ്രകാശം തന്നെ സങ്കല്പിക്കുന്നതാണ് നല്ലത്. വൈറ്റോ ലൈറ്റ് ബ്ലൂ കളറോ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതാണ്. ആ പ്രകാശം നിങ്ങളെ ഇരുപുര്യങ്ങളുടെ മധ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടും സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ചിന്തിക്കുക. അത് ചിലപ്പം പുരുഷനായിരിക്കാം, ചിലപ്പോൾ സ്ത്രീയുമായിരിക്കാം. ആ വ്യക്തിയുടെ നിങ്ങളെ ആ പുരികത്തിൻ്റെ നടുവിൽ നിന്ന് ആ വ്യക്തിയുടെ പുരികത്തിൻ്റെ നടുവിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു വൈറ്റ് കളർ ബീം ലൈറ്റ് പാസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് മെസ്സേജാണ് പാസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ്, എന്നെ വിളിക്കൂ അല്ലെങ്കിൽ എന്നെ കാണാൻ വരൂ എന്നുള്ള മെസ്സേജസ് പാസ് ചെയ്യുക. മെസ്സേജ് പാസ് ചെയ്യുന്ന നേരം കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടെ കൂടെ മെസ്സേജ് അയക്കാം. അതായത് എന്നെ വിളിച്ചതിന് നന്ദി, എന്നെ കാണാൻ വന്നതിന് നന്ദി. ഇത്തരം മെസ്സേജസ് പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്നാണ്. ഈ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വിളിക്കും എന്നുള്ള ഉറപ്പിൽ ലെറ്റ് ഇറ്റ് ഗോ കൊടുക്കുക. അതിനുശേഷം ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. കൂടുതൽ ചിന്തിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി വരുന്നതായിരിക്കും. ഈ ടെലിപ്പതിക് മെസ്സേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത വ്യക്തിയെ വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ നമ്മളെ കൺസൾട്ടേഷൻ ചെയ്യുന്ന, അതായത് പലരും നമ്മളെ ഫോൺ വിളിക്കുന്നത് പല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇദ്ദേഹം എന്നെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഒരു ബ്ലോക്ക്, അതായത് കോളിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിച്ച വ്യക്തി ബ്ലോക്ക് ചെയ്യുകയും തീരെ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇദ്ദേഹം ആ ടെക്നിക്ക് കൃത്യമായ രീതിയിൽ യൂസ് ചെയ്തു. വളരെ ദിവസങ്ങൾക്കുള്ളിലോ തന്നെ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആ വോയിസ് ക്ലിപ്പിലേക്ക് കടക്കാം. ഞാൻ സാറിനോട് നന്ദി പറയട്ടെ. സാറ് പറഞ്ഞതുപോലെ സ്വിച്ച് ബോണ്ടും എല്ലാം അതുപോലെ തന്നെ എനിക്ക് ചെയ്യും. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യും. എന്തെനിക്കറിയില്ല. ഒരു ഫ്രണ്ട് എന്ന രീതിയിലും ഒരു പ്രേമമാണെന്ന് പോലും എനിക്ക് എന്നോട് സംസാരിച്ച് ഞാനതുപോലെ ചെയ്തു. ഇന്നലെ വൈകിട്ട് എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട്, അതായത് എല്ലാം ബ്ലോക്കിങ് ചെയ്തു. അങ്ങനെ എൻ്റെ ആങ്ങളമാരൊക്കെ ഫോൺ ട്രാക്കിങ് വെച്ചിരിക്കുകയൊക്കെ ചെയ്യാൻ എൻ്റെ നമ്പരും എല്ലാം ബ്ലോക്ക് ചെയ്ത് ഇന്നലെ എന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു. എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷം എനിക്ക് അനുഭവം വന്നു. എന്താണെന്നറിയില്ല. കുറേ നേരം സംസാരിച്ചു. വീഡിയോ കോളിലും നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എന്താ എനിക്ക് പറയേണ്ടതെന്നറിയത്തില്ല. സത്യത്തിൽ എനിക്കൊന്നും മിണ്ടാനായിട്ട് അങ്ങോട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്താണെന്നോ എല്ലാം ഞാൻ മനസ്സിൽ പോലും പറ്റെ മറന്നു പോയതായിരുന്നു. പക്ഷെ എന്തോ തിരിച്ച് വന്നു
എന്നെ വിളിക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. ഞാനൊരു ഫ്രണ്ട് എനിക്ക് പ്രേമമായിട്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രണ്ടായിട്ട് ഏലും കിട്ടിയാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്താണ് സാറ് പറഞ്ഞ പോലെ ടെക്നിക്കൊക്കെ ചെയ്ത്. സാറേ നന്ദിയുണ്ട്. 21 ദിവസം തികയണതിന് മുമ്പേ എന്നെ തിരിച്ച് വിളിച്ച് ഒരു സന്തോഷം. എനിക്ക് ബ്ലോക്ക് ചെയ്തതെന്നെല്ലാം ബ്ലോക്കിങ് ആക്കി. എന്താ പറഞ്ഞറിയിക്കാൻ സന്തോഷം കൂടുതൽ. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല സാറേ. ഇതിനെല്ലാം സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും. ആദ്യമായി തന്നെ ഈ സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് നന്ദി പറയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി എത്രയോ പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമതായി മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ചിത്രം നിങ്ങളെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ആ ചിത്രത്തിലേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിലൂടെ നിങ്ങളെ ലൈറ്റ് പാസ് ചെയ്യുക എന്നുള്ളതും വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ലെങ്കിൽ വാട്സപ്പിലോ ഇല്ലെങ്കിൽ ഫോണിലോ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം പലർക്കും വിഷ്വലൈസേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഫോട്ടോയും ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ആ ലൈറ്റ് പാസ് നിങ്ങളെ ഇരുപിരിങ്ങളുടെ നടുവിൽ ആ പ്രകാശമുള്ളതായിട്ടും ആ പ്രകാശം ആ ഫോട്ടോയിലൂടെ എത്തുന്നതായിട്ടും അദ്ദേഹമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിട്ടും സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾ ആ മെസ്സേജ് പാസ് ചെയ്യുക. ഏത് മെസ്സേജാണോ പാസ് ചെയ്യേണ്ടത് ആ മെസ്സേജ് പാസ് ചെയ്തതിന് ശേഷം ലെറ്റ് ഇറ്റ് ഗോ കൊടുക്കുക. ലെറ്റ് ഇറ്റ് ഗോ കൊടുത്തതിന് ശേഷം കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പലരും ഈ റിസൾട്ടിനെ പ്രതീക്ഷിച്ചിട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു ടെക്നിക്കിനെ മാത്രം വിശ്വാസം അർപ്പിച്ചിട്ട് ചെയ്യുക. അതിനുശേഷം ഏതൊരു ടെക്നിക്കിനും എഫക്റ്റീവ്നെസ് കൂട്ടുന്നത് ലെറ്റ് ഇറ്റ് ഗോയിലൂടെയാണ്. ഞാൻ 2 ടെക്നിക്കുകളും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വളരെ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടുന്നതാണ്. എൻ്റെ അനുഭവത്തിലും ഞാൻ പറഞ്ഞു കൊടുത്ത പലരുടെ അനുഭവത്തിലും ഇത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വൈബ് മാറുന്നതനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവരിലേക്കും സമ്പന്നതയും സ്നേഹവും സന്തോഷവും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.